എവിടെ വരെ എത്തിന്നുള്ള വല്ല സൂചനയും കിട്ടിയോ? ഈ ചമ്പാട് എസ്റ്റേറ്റിന്റെ ക്രോസ് ചെക്കിങ്ങിനായി ഇപ്പൊ അവളവിടെ എത്തും. അതിനു മുമ്പ് എന്റെ ഒരാൾ അവളെ ഒന്ന് ക്രോസ് ചെയ്യും. അതോടെ ആ ശാലിനി വിഷ്ണുവിന്റെ കാര്യം കട്ടപ്പുക. മൂക്കില് പഞ്ഞിയും വെച്ചുള്ള പൊതുദർശനം ഉണ്ടാവണം. എങ്കിലേ മുതലക്കണ്ണീർ ഒഴുക്കിക്കൊണ്ട് എനിക്ക് അവളെ ഒന്ന് കാണാൻ പോകാൻ പറ്റൂ. അല്ല, റീത്തിൽ എന്തെഴുതും? എന്റെ പേരെങ്ങാനും എഴുതി വെച്ചാ ചത്തതാണെന്നൊന്നും അവള് വിചാരിക്കില്ല. എഴുന്നേറ്റ് വന്ന റീത്തെടുത്ത് എന്റെ മുഖത്ത് വലിച്ചെറിയും. വല്ല അജ്ഞാത സുഹൃത്തെന്ന് എഴുതാം. എന്താ ചിറ്റപ്പ? നീ റീത്തും വാങ്ങി വെച്ചിരുന്നു. മരണവാർത്തയുമായിട്ടെ ചിറ്റപ്പനെ ഇപ്പൊ വിളിക്കാം. വീട്ടിലെത്തിയ ന്യൂസും വെച്ചിരിക്കാം. എനിക്ക് ആ വാർത്ത ചിറ്റപ്പൻ പറഞ്ഞറിയണ്ട. ഞാനത് ടിവിയിലൂടെ അറിഞ്ഞോളാം. അത് കേൾക്കുമ്പോ എനിക്കൊന്ന് ഞെട്ടണം. സന്തോഷം കൊണ്ടുള്ള ഞെട്ടൽ. ശരി ചിറ്റപ്പ, കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് നടക്കട്ടെ. ഓക്കെ. ഓക്കെ ഓക്കെ ബൈ. വൈകിട്ടല്ലേ മോളെ? ഇല്ല രാമേട്ടാ,